കൃഷിക്കും പാർപ്പിടത്തിനും പ്രാധാന്യം നൽകി കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിന്റെ ബജറ്റ് അവതരണം. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീലത ശശി ബജറ്റ് അവതരിപ്പിച്ചു. ആകെ 30,63,63,467 രൂപ പ്രതീക്ഷിത വരവും 29,72,3690 രൂപ പ്രതീക്ഷിത ചിലവും 64,59,777 രൂപ മിച്ചവുമുള്ള ബഡ്ജറ്റിൽ കൃഷി, മൃഗസംരക്ഷണം, ഭവന നിർമ്മാണം, ശുചിത്വം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിയാണ് കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിന്റെ 2025-26 വാർഷിക ബജറ്റ് അവതരണം നടത്തിയത്. കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീലത ശശി ബജറ്റ് അവതരണം നടത്തി. കൃഷിക്കും അനുബന്ധ മേഖലയ്ക്കുമായി 1,04,27,000 രൂപയും സേവന മേഖലയ്ക്ക് 15,16,09,160 രൂപയും പശ്ചാത്തല മേഖലയിൽ വിവിധ പദ്ധതികൾക്കായി 2,30,00,000 രൂപയും ബഡ്ജറ്റിൽ വകയിരുത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീഹരി കൊട്ടൂരേത്ത് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി സബീന എസ്, സ്ഥിരം സമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. എന്നാൽ കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ 2025-26 അവതരിപ്പിച്ച ബഡ്ജറ്റ് തികച്ചും ജനവിരുദ്ധ ബഡ്ജറ്റാണെന്ന് BJP അംഗങ്ങൾ ആരോപിച്ചു. അവർക്കിവിടെ പണമില്ല എന്ന തരത്തിൽ ആ സഖാവിനെ സംസാരിക്കാൻ അനുവദിക്കാതെ ഹരിജൻ വിരുദ്ധമായ നമ്മുടെ സമൂഹത്തിലെ ദുർബല ജനവിഭാഗങ്ങളെ സഹായിക്കാനുള്ള പദ്ധതിയില്ല എന്ന് ബഡ്ജറ്റ് വരുമ്പോൾ ആ മെമ്പറെ അധിക്ഷേപിച്ച് വളരെ മോശപ്പെട്ട തരത്തിൽ ആക്ഷേപിച്ച് സംസാരിക്കാൻ അവസരം കൊടുക്കാതെ അവിടെ അദ്ദേഹത്തിൻ്റെ സംസാരം നിഷേധിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത്. ഇത് കോൺഗ്രസിൻ്റെ സമീപനമാണ്. കോൺഗ്രസ് രാജസ്ഥാനിലടക്കം എല്ലായിടവും ഹരിജനങ്ങൾക്കെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നു എന്ന് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ ഈ കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് ഒരു പഞ്ചായത്ത് ഭരണസമിതിയിൽ ഭൂരിപക്ഷം പോലും ഇല്ലാത്ത കോൺഗ്രസ് കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ ഹരിജനങ്ങളെ അധിക്ഷേപിക്കുകയും ആക്ഷേപിക്കുകയും അതിന് പണം ചെലവാക്കാതിരിക്കുകയും ചെയ്യുക എന്ന അഭിപ്രായം പറയുന്ന ഹരിജൻ പ്രതിനിധിയെ പോലും ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്ന സമീപനം സ്വീകരിച്ചതുകൊണ്ട് ഞങ്ങൾ ബജറ്റിൽ നിന്ന് വിട്ട് ഇറങ്ങി പോയിരിക്കുകയാണ്. യാതൊരു കൂട്ടുത്തരവാദിത്വവുമില്ലാതെ തട്ടിക്കൂട്ടി ഒപ്പിച്ചു വെച്ച ബഡ്ജറ്റാണ്. സാധാരണക്കാരനെയും പാവങ്ങളെയും സഹായിക്കാൻ യാതൊരു പദ്ധതിയും ഈ ബഡ്ജറ്റിൽ ഇല്ല. യുവാക്കൾക്ക് വേണ്ടിയും കർഷകർക്കും പട്ടികജാതിക്കാർക്കും വനിതകൾക്കും വികലാംഗർക്കും പറ്റിയ ഒരു പദ്ധതിയും ഇല്ലാത്തതിനാൽ ബഡ്ജറ്റ് ബുക്കുകൾ കീറിക്കളഞ്ഞ് BJP പ്രതിഷേധിച്ചു. BJP പാർലമെന്ററി പാർട്ടി ലീഡർ പാറയിൽ രാധാകൃഷ്ണൻ, മെമ്പർമാരായ മഠത്തിൽ ബിജു, ശരത് കുമാർ പാട്ടത്തിൽ, ശ്രീലത ജ്യോതികുമാർ എന്നിവരാണ് ബഡ്ജറ്റ് ബുക്ക് കീറിക്കളഞ്ഞ് പ്രതിഷേധിച്ചത്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ പരിഗണിക്കാത്ത ബഡ്ജറ്റാണെന്ന് LDF പാർലമെന്ററി പാർട്ടി ആരോപിച്ചു. ബഡ്ജറ്റ് ചർച്ചയിൽ നിന്നും അവർ ഇറങ്ങിപ്പോയി. BJPയും ഇടതുപക്ഷവും ചേർന്ന് UDFന്റെ വികസനങ്ങളിൽ വിളറിപൂണ്ടാണ് ബഡ്ജറ്റിനെ എതിർത്തതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീഹരി കോട്ടൂരേത്ത് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കായംകുളം.